ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ കരിങ്കുട്ടിച്ചാത്തനെ എന്നും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു. ആ വീട്ടിലെ ചെറിയ ബാലന് ചാത്തനോട് വലിയ ഭക്തിയായിരുന്നു. അവൻ കളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം കരിങ്കുട്ട എന്ന് പതിവായി വിളിക്കുമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ബാലൻ വീടിന്റെ പുറകിലെ പറമ്പിൽ കളിക്കുകയായിരുന്നു. കളിക്കുന്നതിനിടയിൽ അവൻ അറിയാതെ ഒരു വിഷപ്പാമ്പിന്റെ മുകളിലേക്ക് ചവിട്ടി. പാമ്പ് അതിവേഗം ബാലന്റെ കാലിൽ കടിച്ചു. വേദന കൊണ്ട് പുളഞ്ഞ ബാലൻ അയ്യോ കരിങ്കുട്ട എന്ന് ഉറക്കെ വിളിച്ചു. ബാലന്റെ നിലവിളി കേട്ട് വീട്ടുകാർ ഓടിയെത്തി. പാമ്പ് കടിയേറ്റിയത് മനസ്സിലാക്കിയപ്പോൾ അവർ പേടിച്ചു വിറച്ചു. അകലെയാണ് ആശുപത്രി, അവിടേക്ക് എത്തിക്കാൻ ഒരുപാട് സമയമെടുക്കും. ഇതിനിടയിൽ വിഷം ശരീരത്തിൽ വ്യാപിച്ചേക്കും. കുടുംബം മുഴുവൻ ദുഃഖത്തിൽ മുഴുങ്ങി. ബാലന്റെ അച്ഛൻ കരിങ്കുട്ടിച്ചാത്തന്റെ ചിത്രത്തിന് മുന്നിൽ പോയി ഉറക്കെ പ്രാർത്ഥിച്ചു. ചാത്ത, എൻ്റെ മകനെ നീ കാക്കണം. അവനെ രക്ഷിക്കാൻ നീ മാത്രമേ ഉള്ളൂ. അച്ഛൻ പ്രാർത്ഥിക്കുന്നതിനിടയിൽ ബാലൻ കിടന്നിരുന്ന സ്ഥലത്ത് ഒരു നേരിയ കാറ്റ് വീശി. ആ കാറ്റിനൊപ്പം കറുത്ത ഉടലുള്ള ഒരു ബാലൻ പാമ്പുകടിയേറ്റ് കാലിനരികിൽ വന്ന് ഒന്ന് തലോടി. പെട്ടെന്ന് അപ്രത്യക്ഷനുമായി. അതാരും ശ്രദ്ധിച്ചില്ലെങ്കിലും ബാലന്റെ വേദനയ്ക്ക് ഒരു ശമനം വന്നതുപോലെ തോന്നി. തുടർന്ന് അവൻ ബാലനെ വേഗം ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. വിഷപ്പാമ്പിന്റെ കടിയാണ്, പക്ഷേ വിഷം ശരീരത്തിൽ കാര്യമായി വ്യാപിച്ചിട്ടില്ല.